തിയേറ്ററിൽ തന്നെ കണ്ടറിയണം വേട്ടക്കാരുടെ ഹെവി പവർ. റൈഫിൾ ക്ലബ്ബ് ദൃശ്യാനുഭവം തിയേറ്ററിൽ ഒരാഴ്ച കൂടി മാത്രം. പ്രേക്ഷക പ്രശംസ നേടിയ റൈഫിൾ ക്ലബ്ബ് തിയേറ്ററുകളിൽ 4ാം വാരവും വിജയകരമായി പ്രദർശിപ്പിച്ചു വരുന്നു. ജനുവരി 16 മുതൽ ചിത്രം നെറ്റ്ഫ്ലിക്സിലും ലഭ്യമാകും. പ്രേക്ഷക മനസ്സുകളിൽ പുതുമയുടെ ദൃശ്യാനുഭവം സമ്മാനിച്ച് തീപ്പാറും ആക്ഷനുമായി തിയേറ്ററുകൾ നിറച്ച് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകളോടെ മുന്നേറുകയാണ് റൈഫിൾ ക്ലബ്ബ്. തിയേറ്ററുകളിൽ 4ാം വാരവും പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്ന ചിത്രം ജനുവരി 16-ന് നെറ്റ്ഫ്ലിക്സിൽ എത്തുകയാണ്. പക്കാ തിയേറ്റർ മെറ്റീരിയലായ ചിത്രം തിയേറ്ററിൽ തന്നെ കണ്ടനുഭവിക്കാൻ ആ ആഴ്ച കൂടി അവസരമുണ്ട്. കേരളത്തിൽ 150 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം 2ാം വാരം 180ലേക്കും 3ാം വാരം 191 തിയേറ്ററുകളിലേക്കും എത്തിയിരുന്നു. കുടുംബ പ്രേക്ഷകരുടെയും യുവജനങ്ങളുടെയും പ്രായഭേദമന്യേ ഏവരുടെയും പിന്തുണയോടെ നിറഞ്ഞ സദസ്സിലാണ് ചിത്രത്തിന്റെ പ്രദർശനം 4ാം വാരവും പിന്നിട്ട് തുടരുന്നത്. ഒട്ടേറെ പുതിയ സിനിമകൾ തിയേറ്ററുകളിലെത്തിയിട്ടും 100-ലധികം സ്ക്രീനുകളിൽ ഇപ്പോഴും ചിത്രം പ്രദർശനം തുടരുന്നുണ്ട്. ശ്രീ ഗോകുലം മൂവീസിലൂടെ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിനെത്തിച്ചിരിക്കുന്നത്. ചെറുത്തുനിൽപ്പിന്റെയും ഒത്തൊരുമയുടെയും തോക്കുകളുടെയും ഒക്കെ കഥയുമായി എത്തിയ റൈഫിൾ ക്ലബിന് പ്രേക്ഷകരേകിയത് ഗംഭീര വരവേൽപ്പാണ്. റൈഫിൾ ക്ലബിലൂടെ ഒരിക്കൽ കൂടി തന്നിലെ സംവിധായക മികവ് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ആഷിഖ് അബു എന്നാണ് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു റൈഫിൾ ക്ലബിനെ മുൻനിർത്തിക്കൊണ്ട് 90കളുടെ ആദ്യത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രം. ഉഗ്രൻ വേട്ടക്കാരായ ഒരു പറ്റം മനുഷ്യരുടെ ഇടയിലേക്ക് ഗണ്ണുപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനും വേട്ടക്കാരുടെ ജീവിതം അടുത്തറിയാനുമായി റൊമാൻറ്റിക് ഹീറോ ഷാജഹാൻ എത്തുന്നതും തുടർന്നുള്ള അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുമൊക്കെയായി സംഭവ ബഹുലമായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. റൈഫിൾ ക്ലബിലെ അംഗങ്ങളുടെ കൂട്ടായ്മയുടെയും ചെറുത്തുനിൽപ്പിന്റെയും ഒക്കെ കഥ പറയുന്ന സിനിമയിൽ സൗഹൃദം, സാഹോദര്യം അതൊക്കെ പ്രേക്ഷകർക്കും ആത്മാവിൽ തൊടും വിധത്തിൽ അനുഭവവേദ്യമാവുന്ന രീതിയിലാണ് മേക്കിംഗ്. ഒരുപറ്റം അഭിനേതാക്കളുടെ മികവാർന്ന പ്രകടനമാണ് സിനിമയുടെ പ്ലസ്. വിജയരാഘവനും ദിലീഷ് പോത്തനും വാണി വിശ്വനാഥും ദർശന രാജേന്ദ്രനും ഉണ്ണിമായ പ്രസാദും സുരഭി ലക്ഷ്മിയും സുരേഷ് കൃഷ്ണയും വിഷ്ണു അഗസ്ത്യയും എല്ലാം ശക്തമായ വേഷങ്ങളിലുണ്ട്. അതോടൊപ്പം അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ്, സെന്ന ഹെഗ്ഡെ, റംസാൻ മുഹമ്മദ്, റാഫി, പ്രശാന്ത് മുരളി, നടേഷ് ഹെഗ്ഡെ, പൊന്നമ്മ ബാബു, രാമു, വൈശാഖ് ശങ്കർ, നിയാസ് മുസ്ലിയാർ, നവനി ദേവനാഥ് എന്നിവരാണ് ചിത്രത്തിൽ ശ്രദ്ധ നേടുന്ന മറ്റ് അഭിനേതാക്കൾ. വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ദിലീഷ് നായർ, ശ്യാം പുഷ്കരൻ, ഷറഫു സുഹാസ് എന്നിവരുടെ കൂട്ടുകെട്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ബുക്കിംഗുമായാണ് കുതിപ്പ് തുടരുന്നത്. റെട്രോ സ്റ്റൈൽ രീതിയിലാണ് ആഷിഖ് അബു റൈഫിൾ ക്ലബ്ബ് ഒരുക്കിയിരിക്കുന്നത്. ആഷിഖ് അബു തന്നെയാണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി. റെക്സ് വിജയന്റെ മ്യൂസിക്കും വിസാജന്റെ എഡിറ്റിംഗും സിനിമയുടെ ഹൈലൈറ്റ് ആണ്. OPM സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് അബു, വിൻസെന്റ് വടക്കൻ, വിശാൽ വിൻസെന്റ് ടോണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തീപാറുന്ന ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായ ചിത്രം ശ്രീ ഗോകുലം മൂവീസ് ത്രൂ ഡ്രീം ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്. അജയൻ ചാലിശ്ശേരിയാണ് റൈഫിൾ ക്ലബിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. മേക്കപ്പ് റോണക് സേവിയർ, വസ്ത്രാലങ്കാരം മഷർ ഹംസ, എഡിറ്റർ വി സാജൻ, സ്റ്റണ്ട് സുപ്രീം സുന്ദർ, സംഗീതം റെക്സ് വിജയൻ, പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പുറക്കാട്ടിരി, സ്റ്റിൽസ് റോഷൻ, അർജുൻ കല്ലിങ്കൽ, PRO ആതിര ദിൽജിത്ത് എന്നിങ്ങനെ ആണ്.